ഈ പുതിയ നൂറ്റാണ്ടിലാണ് ഈ കേരളത്തിലെ പുതിയ ഒരു രോഗാവസ്ഥകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുന്നതോടുകൂടി തന്നെ നമുക്കറിയാം, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ മുന്നോടികളായിട്ട് ഏതാണ്ട് 2000 മുതലൊക്കെ തന്നെ പലതരത്തിലുള്ള പനികൾ മഴക്കാലത്ത് പടരുന്നതായിട്ട് ചിക്കൻ ഗുനിയ 2007 അത് കാര്യമായിട്ട് ചിക്കൻ ഗുനിയ എപ്പിഡമിക്കായിട്ട് തന്നെ വന്നു. പിന്നീട് നമുക്ക് പലപ്പോഴായിട്ട് കോഴിപ്പനി, പക്ഷിപ്പനി, മറ്റേ പനി, മത്സ്യപ്പനി, ഇങ്ങനെ ഓരോരോരോ രോഗങ്ങൾ വരുന്നുണ്ട്. അതൊരു വലിയ മാറ്റമാണ്. കാലാവസ്ഥാ വ്യതിയാനം എനിക്ക് തോന്നുന്നു ഒരു 2017 മുതലെങ്കിലും നമ്മൾ നേർക്ക് തരാം. 2018 ആയപ്പോഴേക്കും അത് കൺഫേംഡായി. ഇല്ല എന്ന് ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ഡിനയലിനൊന്നും സ്കോപ്പില്ലാത്ത പോലെ അത് എസ്റ്റാബ്ലിഷ്ഡായി. അപ്പോൾ അതും ഇപ്പം ഈ നേരത്തെ ഞാൻ പറഞ്ഞ വൾണറബിലിറ്റി ആക്സസിനെ വല്ലാതെ ചെയ്യുന്നു. ഇപ്പോൾ ഒരു കോസ്റ്റൽ ഏരിയയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തീരെ പാവപ്പെട്ടവരായിരിക്കില്ല, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വൾണറബിൾ ലോവർ മിഡിൽ ക്ലാസ്സിൽ പെട്ടവരായിരിക്കും. പക്ഷേ അവർ താമസിക്കുന്നത് ഒരു ക്ലൈമറ്റ് ചേഞ്ച് സെൻസിറ്റീവായ സ്ഥലത്താണെങ്കിൽ, അഫക്റ്റഡ് ആയ സ്ഥലത്താണെങ്കിൽ അവർ വളരെ പെട്ടെന്ന് ഈ ഭ്രഷ്ടരുടെ കൂട്ടത്തിലേക്ക് വീണു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും കേരളം എന്ന് പറയുന്ന ഈ സ്പേസിനെ നമ്മൾ സമൂഹം എന്നുള്ള നിലയ്ക്ക് എന്താവുന്നു എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സാമ്പത്തിക ഭൗതിക വശങ്ങൾ. സാമൂഹ്യ വശങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ 20ാം നൂറ്റാണ്ടിൽ വളരെ എന്താ പറയുക, നമ്മുടെ ഈ നവോത്ഥാനം എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആ കാലത്ത് ഉണ്ടായി വന്ന ജാതി സമുദായങ്ങളുണ്ട്. അതിപ്പം ഈഴവയായാലും നായരായാലും പിന്നെ സിറിയൻ ക്രിസ്ത്യൻ ആയാലും ഒക്കെ തന്നെയും ആ സമയത്ത് ഉണ്ടായി വന്ന നമ്പൂതിരി, ഇതെല്ലാം ആ സമയത്തെ കുറേ സാമൂഹ്യ പരിഷ്കരണ പ്രക്രിയകളിലൂടെ ഉണ്ടായി വന്ന ഗ്രൂപ്പിങ്സാണ്. അപ്പോൾ ഇവർക്കൊക്കെ തന്നെ ഇവർക്കൊരു പബ്ലിക് സ്ഫിയറിൽ സ്വയം അസേർട്ട് ചെയ്യാൻ, രാഷ്ട്രീയ രംഗത്ത് സ്വയം അസേർട്ട് ചെയ്യാൻ സംഘടനകളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഘടനകളുടെയും ഈ ജാതി സമുദായം എന്ന് പറയുന്ന ഫോം ഉണ്ടല്ലോ, നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന ജാതി സമുദായം, ആ ഫോമിനെതിരെ ചില ത്രെറ്റ്സ് പല സ്ഥലത്തും ഉണ്ടാകുന്നുണ്ട്. ആ ത്രെറ്റ്സ് വരുന്നതോടുകൂടി ഇത് വളരെ ഈ ജാതി സമുദായം ഒരു സിവിൽ അല്ലാത്ത രീതിയിലേക്ക് മാറുന്നുണ്ട്, വയലൻ്റായ രീതിയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എൻഡോഗാമിയാണ്. എന്നുവെച്ചാൽ സ്വജാതി വിവാഹമാണ് ഇതിൻ്റെയൊക്കെ അടിത്തറ. അപ്പം ഈഴവത്തിനെ കല്യാണം കഴിക്കുക, നായരത്തിനെ കല്യാണം കഴിക്കുക, ഇതിന് വലിയൊരു ഭീഷണി ഈ സമീപകാലത്ത്, പ്രത്യേകിച്ചും കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനത്തെ ദശകത്തിലുണ്ടായ ഉന്നത വിദ്യാഭ്യാസത്തിലുള്ള വലിയൊരു വളർച്ചയുണ്ട്, കേരളം മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വളർച്ചയുടെ ഭാഗമായിട്ട് ഒരുപാട് ചെറുപ്പക്കാർ കോളേജിൽ പോയി ഹയർ എഡ്യൂക്കേഷൻ, കേരളത്തിന് പുറത്തു പോയി പഠിക്കാനുള്ള അവസരങ്ങൾ 90കളിൽ ഒരുപാട് വർദ്ധിക്കുന്നു. പിന്നെ 90കളിൽ ഇപ്പോൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ ഒരുപാട് കൾച്ചറലായിട്ടുള്ള എക്സ്ചേഞ്ചസിന് ഇടവരുത്തുന്നു. ഒരുപാട് വിദൂര സ്ഥലങ്ങളിൽ കിടന്നിരുന്ന സ്ഥലം നമ്മുടെ തൊട്ടടുത്ത് വരുന്നു. വീടെന്ന് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ സമുദായത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് കേന്ദ്ര യൂണിറ്റായിട്ട് കണക്കാക്കുന്നത് വീടാണ്. ആ വീടെന്ന് പറയുന്ന ഗ്ലോബൽ ഇൻഫ്ലുവൻസിൽ നിന്ന് ഒട്ടും ഇമ്മ്യൂണല്ല. ആദ്യം ടെലിവിഷൻ വഴി, പിന്നെ ഇൻ്റർനെറ്റ് വഴി പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്ത് നടക്കുന്ന കാര്യങ്ങളിൽ അകത്തിരുന്നുകൊണ്ട് പങ്കെടുക്കാമെന്നുള്ള, അകത്തിരുന്നുകൊണ്ട് കാണാമെന്നുള്ള അവസ്ഥ വന്നു. TV വന്നപ്പോൾ, കേബിൾ TV ഒക്കെ വന്നതോടുകൂടി അതൊന്ന് മാറി ആ പുറത്ത് നടക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് വേണമെങ്കിൽ പങ്കെടുക്കാം എന്നുള്ള അവസ്ഥ വരുന്നു. ഈ ഇൻ്റർനെറ്റ് വരുന്നതോടുകൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് പോലും പണ്ടത്തെ പോലെ മുകളിൽ നിന്ന് ശാഖയെന്നോ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ബ്രാഞ്ചിൽ നിന്നോ, പിന്നെ SNDPയുടെ ബ്രാഞ്ചിൽ നിന്നോ NSSൻ്റെ കരയോഗത്തിൽ നിന്നോ വരുന്ന ഓർഡേഴ്സ് അനുസരിച്ചൊന്നും അല്ല ഈ വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെയല്ല, പണ്ടും അങ്ങനെയൊന്നും അല്ല, എന്നാലും അതിൻ്റെ പ്രബലമായ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് തീരെ അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നാൽ ഇവർക്ക് 20ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നത് ഇവർക്കെല്ലാം ഓരോ തരം ഐഡിയോളജികളുണ്ട്. ഇപ്പം മന്നത്ത് പത്മനാഭൻ അദ്ദേഹം ഒരു മോഡേണൈസറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ സമുദായത്തെക്കുറിച്ച് ഒരു മോഡേണൈസിങ് ഐഡിയോളജി ഉണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആണെങ്കിൽ ഒരു പുതിയ സമത്വ ചിന്ത ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്തരം ചിന്തകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ജാതി സമുദായങ്ങളിലെ ഈ നേരത്തെ പറഞ്ഞ ഈ എൻഡോഗാമിയിലൊക്കെ അധിഷ്ഠിതമായ വളരെ പുരാതനമായ ഒരു അധികാര വ്യവസ്ഥയ്ക്ക് മേമ്പടിയായിട്ട് പുറത്ത് ഒരു കവറായിട്ട് നിന്നത് ഈ ഐഡിയോളജിക്കൽ ഇതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അങ്ങ് അറ്റുപോവുകയും ഇപ്പം ഈ പറയുന്ന പോലെ അതിനൊന്നും ഈ ജാതി സമുദായങ്ങളുടെ നേതൃത്വം എന്ന് പറഞ്ഞാൽ നഗ്നമായ അധികാരമോഹികൾ ഏറ്റെടുക്കുകയും അധികാരമോഹികളും വിഭവമോഹികളും
മുഴുവനും അത് പിടിച്ചെടുക്കുകയും എല്ലാ സമുദായങ്ങളും ഒരു സമുദായത്തിൻ്റെ മാറ്റം കാര്യമല്ല, മിക്ക പ്രബല 20-ാം നൂറ്റാണ്ടിലെ പ്രബല ജാതി സമുദായങ്ങൾ സംഘടനകൾ മുഴുവനും ഈ അധികാരമോഹികളുടെയും വിഭവമോഹികളുടെയും കയ്യിലേക്ക് പോവുകയും ചെയ്യുന്നതോടുകൂടി ചെറുപ്പക്കാരെ ഇതിൻ്റെ അകത്ത് പിടിച്ചു നിർത്താനുള്ള ഒന്നുമില്ല ഇവരുടെ കയ്യിൽ. ആകെ ഉള്ളത് എന്താണെന്നറിയാമോ? ഇപ്പോഴും ഉള്ളത് സ്ത്രീധനമാണ്. ഇപ്പം ഒരു നായർ ചെറുപ്പക്കാരൻ ഒരു നായർ സ്ത്രീയെ തന്നെ കല്യാണം കഴിച്ചാൽ അയാൾക്ക് നമ്മൾ ഒരു ടാസിറ്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ് അയാൾക്ക് സ്ത്രീധനം വാങ്ങിക്കാനുള്ള വകുപ്പുണ്ട് എന്ന്. ഒരു ടാസിറ്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. പക്ഷേ ഇതേ നായർ ചെറുപ്പക്കാരൻ പോയിട്ട് ഏതെങ്കിലും ഒരു ലോവർ കാസ്റ്റ് അല്ലെങ്കിൽ ഈ ലോവർ കാസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന മർദ്ദിത ജാതി എന്നാണ് ഞാൻ പറയുക, ഒപ്രസ്ഡ് കാസ്റ്റ്, ഏതെങ്കിലും ഒരു മർദ്ദിത ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ ശ്രമിച്ചാൽ പിന്നെ അയാൾക്ക് ആ ക്ലെയിം ഇല്ലല്ലോ, ആ കുട്ടിക്ക് കൊടുക്കാൻ ക്ലെയിം ഇല്ല. എന്നാൽ ആ കുട്ടിയുടെ സമുദായത്തിലെ ഒരു പുരുഷനാണെങ്കിൽ ആ കുട്ടിയെ കല്യാണം കഴിക്കുന്നതെങ്കിൽ അയാൾക്ക് അവരുടെ കുടുംബത്തിൻ്റെ പുറത്തൊരു ക്ലെയിം വയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ പുരുഷന്മാർക്ക് സമുദായത്തിൻ്റെ ഉള്ളിൽ നിൽക്കാൻ ഒരു പോസിറ്റീവ് ഇൻസെൻറ്റീവ് ഉണ്ട്, അത് സ്ത്രീധനമാണ്. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ഇൻസെൻറ്റീവും ഇല്ല, യാതൊരു ഇൻസെൻറ്റീവും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ലവ് ജിഹാദ് എന്നൊക്കെ കേൾക്കുന്ന പലതും ഈ ഭീതി. കാരണം പഴയ പോലെയല്ല, പണ്ടത്തെ പോലെയല്ല, എല്ലാ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും ഇപ്പോൾ കോളേജുകളിലെത്തുന്നു, എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കുന്നു. പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് മുസ്ലിങ്ങൾ വളരെ കുറവാണ്, മുസ്ലിം പെൺകുട്ടികൾ വളരെ കുറവാണ്, സ്കൂളിലാണെങ്കിലും കോളേജിലാണ്. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, ധാരാളം ചെറുപ്പക്കാരായ മുസ്ലിങ്ങൾ, ആൺകുട്ടികളും പെൺകുട്ടികളും അല്ലാത്തവരെല്ലാവരും പഠിക്കുന്നു. അപ്പോൾ അവരുടെയൊക്കെ കൂടെ ഇരുന്ന് പഠിക്കും. അപ്പോൾ അവർ ഈ പറഞ്ഞ മാതിരി അവരവരുടെ സമുദായത്തിൽ നിൽക്കാൻ യാതൊരു ഇൻസെൻറ്റീവും ഇല്ല. സ്ത്രീകൾക്ക് ഒട്ടും തന്നെ ഇല്ല. സ്ത്രീകളോട് പെറ്റുപെരുകാനാണ് പറയുന്നത്. കാരണം അതാണ് ഇപ്പോൾ ഈ പ്രൊക്രിയേഷൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ പേടി. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ രക്തബന്ധത്തിനെ കുറിച്ചുള്ള ചില ക്ലെയിംസാണ്. ഇപ്പം ആ ക്ലെയിമുകളെ ഇങ്ങനെ നിലനിർത്തണമെങ്കിൽ എൻഡോഗാമി കൊണ്ട് ഇതിങ്ങനെ മുന്നോട്ട് പോകണം. അപ്പോൾ ഈ എൻഡോഗാമി എന്ന് പറയുന്ന സംഗതിക്ക് ഇതുപോലെ വലിയ ചലഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ കാണുന്നത് കുടുംബത്തിൻ്റെ ഉള്ളിലെ വയലൻസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അനുസരിക്കാത്ത സ്ത്രീകളെ അടിച്ചൊതുക്കാൻ, സ്ത്രീധനം, ഈ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീധനത്തിനെ ചോദ്യം ചെയ്യുന്ന സ്ത്രീകളെ തല്ലിയൊതുക്കാൻ, പിന്നെ ജെൻഡർ നോൺ കൺഫോമിംഗ് ആയിട്ടുള്ള മനുഷ്യരെ ഉപദ്രവിക്കാൻ, ലെസ്ബിയൻ സ്ത്രീകൾ, അതായത് പ്രസവിക്കാൻ സാധ്യതയില്ലാത്ത സ്ത്രീകളെ. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഈ സമീപകാലത്ത് ഡോക്ടർ മുനീറിൻ്റെ കാര്യം എടുക്കുക. ഡോക്ടർ മുനീർ ഡെവലപ്മെൻറ്റ് സ്പേസിൽ നിന്നിരുന്ന സമയത്ത് മന്ത്രിയായിട്ട്, ഡെവലപ്മെൻറ്റ് സ്പേസാണ്, മന്ത്രിമാർ നിൽക്കുന്നത് ഡെവലപ്മെൻറ്റ് സ്പേസിലാണ്. അവർ ആയിരുന്ന സമയത്ത് അദ്ദേഹം ഈ ട്രാൻസ്ജെൻഡർ ബില്ലും മറ്റു കാര്യം വളരെ വളരെ സപ്പോർട്ടീവായ ഒരു മന്ത്രിയായിരുന്നു. അദ്ദേഹം പിന്നെ അധികാരം നഷ്ടപ്പെട്ട് 10 വർഷം കഴിഞ്ഞ് സമുദായത്തിൻ്റെ സ്പേസിൽ അദ്ദേഹം അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എടുക്കേണ്ടി വരുന്ന നിലപാടുകളുടെ സ്വഭാവം എന്താ? ട്രാൻസ്ഫോബിക്കായിട്ട്. അദ്ദേഹം അങ്ങനെയല്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അങ്ങനെയല്ല. പക്ഷെ അങ്ങനത്തെ നിലപാടുകൾ അദ്ദേഹം എടുത്തേ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങേയറ്റം ട്രാൻസ്ഫോബിക്കായിട്ട്, അങ്ങേയറ്റം ജെൻഡർ കൺസർവേറ്റീവ് ആയിട്ടുള്ള നിലപാടുകൾ എടുക്കേണ്ടി വരുന്നു. അതുണ്ടാകാനുള്ളൊരു പ്രധാനപ്പെട്ട കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ ജെൻഡർ നോൺ കൺഫേമിംഗ് ആണോ, ശരി, നിങ്ങളുടെ സമുദായത്തിന് നിങ്ങളെ കൊണ്ട് ഗുണമൊന്നുമില്ല, അത്രയേ ഉള്ളൂ, പോഞ്ഞ ഉള്ളി പുറത്ത്, അത്രയേ ഉള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഈ എന്താ പറയുക, ട്രാൻസ് മനുഷ്യർ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി അവർ പ്രസവിക്കുന്നുണ്ട്, അവർ കുടുംബം ഉണ്ടാക്കുന്നുണ്ട്. ദാറ്റ് ഈസ് എ ത്രെറ്റ്. അപ്പോൾ അത് വരുമ്പോഴാണ് പെട്ടെന്ന് ഈ പറയുന്ന ഫോബിയകളെല്ലാം കൂടെ ഒരുമിച്ച് ഇളകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ സാമൂഹ്യ തലത്തിൽ, അതും ഈ സാമ്പത്തിക തലത്തിൽ നമ്മളിങ്ങനെയൊക്കെയാണ്, സാമ്പത്തിക ഭൗതിക തലത്തിൽ ഞാൻ ആദ്യം പറഞ്ഞു, സാമൂഹ്യ തലത്തിലും ഇതുപോലത്തെ ഒരു ക്രൈസിസാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഒരു ക്രിട്ടിക്കലാണ് ഇപ്പം നമ്മുടെ സാമ്പത്തിക ഭൗതികം എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ ഭൂമിയുടെ കിടപ്പിൻ്റെ കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെ പാറ പൊട്ടിക്കും, ഫ്രജൈലായിക്കൊണ്ടിരിക്കുക, മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടും ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടും ഫ്രജൈലാകുന്നു. പിന്നെ ഈ സാമൂഹ്യമായിട്ട് ഇങ്ങനെയാണ്, സാമൂഹ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ക്രിട്ടിക്കലായ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്.